അവന്റെ മലക്കുകൾ സാക്ഷി നിൽക്കുകയല്ലേ. അല്ലാഹുവിന്റെ വെറുപ്പ് ചെറുതാണോ? അല്ലാഹുവിന്റെ വെറുപ്പ് ചെറുതാണോ? അതേക്കുറിച്ച് നമുക്ക് ചിന്ത വേണ്ടേ? ഫാത്തിമ ബീവിയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങ് കയറി വന്നു. റസൂലുള്ള കരയുകയാണ്. എന്താണ് നബിയെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി പറയുന്നു, അലിയേ ലൈലത്തെ ഉസ്രിയ ബീ, ഞാൻ ഇസ്രായിന് പോയ രാത്രിയുണ്ടല്ലോ, അന്ന് റഅയ്തു നിസാർ മിൻ ഉമ്മത്തി യുഅദ്ദബന ബിഅൻവാഇൽ അദാബ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില സ്ത്രീകളെ വല്ലാതെ ശിക്ഷിക്കുന്നത് കണ്ടു അലിയേ. ചന്തയിൽ പോയിട്ട് തൊട്ടിൽ കയറിയാൽ ഉസ്താദിനെന്താ, ഞങ്ങളെ മക്കൾ ടൂറിന് പോയാൽ ഉസ്താദിനെന്താ, ഞങ്ങളെ പെൺകുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായാൽ ഉസ്താദിനെന്താ? ഓ ഉമ്മമാരെ, എനിക്കൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്കുണ്ട് കേട്ടോ, നിങ്ങളെ മക്കൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വല്ലാത്ത അദാബ് അലിയേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട സ്ത്രീകളെ അദാബെടുക്കുന്നത് കണ്ടപ്പോ ഞാനത് ഓർമ്മിക്കുമ്പോ കരഞ്ഞുപോയി അലിയേ. ഫാത്തിമ ബീവിയും കൂടി കേൾക്കാനാ പറയുന്നത്, സ്വന്തം മകളും കേൾക്കണമത്. എന്റെ റസൂലുള്ള പറയാണ്, ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു, അവളുടെ തലയുടെ മുടിയെടുത്തിട്ട് അവളെ ഒട്ടാകെ അങ്ങ് കെട്ടിയിരിക്കുകയാണ്, തലമുടി കൊണ്ട് തന്നെ ചുറ്റിക്കെട്ടിയിരിക്കുന്നു. അവളെ തലച്ചോറിങ്ങനെ തിളച്ചിങ്ങനെ മറിയുകയാണ്. വേറൊരു പെണ്ണിന്റെ നാവിങ്ങനെ നീണ്ടിരിക്കുകയാണ്, ആ നാവ് കൊണ്ട് തന്നെ അവളെ ചുരുട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഹമീം എന്ന് പറയുന്ന വല്ലാത്ത ചൂടുള്ള വെള്ളം, നരകത്തിലെ തീ സാധാരണ തീയല്ലല്ലോ, ഇവിടെയുള്ള തീ 70 ഇരട്ടി ചൂടുള്ള തീയല്ലേ. ആ തീയുള്ള വെള്ളത്തിൽ ചൂടാക്കപ്പെട്ട ഹമീം, അത് വല്ലാത്ത ചൂടുള്ള വെള്ളം തന്നെ. ആ വെള്ളം അവളെ തൊണ്ടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്, അവളെ നാവ് കൊണ്ട് പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. വേറെ ഒരു സ്ത്രീ അവളെ 2 കാലും പിടിച്ചു കെട്ടിപ്പോയി മുലകളിലേക്ക്, 2 കൈകളും മൂർദാവിലേക്ക് പിടിച്ചു കെട്ടിപ്പോയി. പാമ്പുകളും തേളുകളും ഒക്കെ അവളെ കൊത്തുന്നു, അവളെ കഴിക്കുന്നു, അവളെ അതാ പിടിച്ചു കുത്തുന്നു. വേറെ ഒരു പെണ്ണ് പറയും, വേറെ ഒരു പെണ്ണ് മുല പിടിച്ചു കെട്ടിയിരിക്കുന്നു. വേറെ ഒരു പെണ്ണ് ഒരു പെണ്ണിന്റെ മുല ഇങ്ങനെ നീണ്ടിട്ട് മുല കൊണ്ട് പിടിച്ചു കെട്ടിയ ഒരു പെണ്ണ്. വേറെ ഒരു പെണ്ണിന്റെ തല പന്നിയുടെ തലയാണ്. ഉടല് വെറും കഴുതയുടെ ഉടലാണ്. ആയിരം മാതിരിയുള്ള ശിക്ഷകളുണ്ട് അവൾക്ക്. സൂറത്തിൽ കൽബി, വേറെ ഒരു പെണ്ണിനെ ഞാൻ കാണുന്നത് നായിന്റെ കോലത്തിലാണ്. ഇങ്ങനെ അവളെ തൊള്ളയിലൂടെ കടക്കുന്നു, വായയിലൂടെ കടക്കുന്ന തീ അത് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. മലക്കുകൾ വന്ന് വലിയ വലിയ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് അവളെ തലക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. രംഗങ്ങൾ ഓരോന്ന് റസൂൽ അങ്ങ് വിവരിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ ഹബീബി വഖുറത ഐനി മാ കാന മാലു ഹൗലൈ ഹത്താ വഖഅ അലൈഹിന്നൽ അദാബ്. പ്രിയപ്പെട്ട നബിയേ, അല്ലയോ പാപ്പാ, എന്ത് തെറ്റാണ് ഈ സ്ത്രീകളൊക്കെ ചെയ്തു പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വിവരണം, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോളെ, എന്റെ കുഞ്ഞുമോളെ ഫാത്തിമ, അമ്മല്ലത്തി മുഅല്ലഖത്തും ബിശരിഹാ,
തല കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് അതേ അവളുടെ തലയിൽ നിന്ന് തലച്ചോറിങ്ങനെ തിളച്ചുരുകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സ്ത്രീ അന്യപുരുഷന്മാരെ മുന്നിൽ തല തുറന്നിടുന്ന പെണ്ണാണ് കേട്ടോ. തലമറക്കാൻ മടിയുള്ള പെണ്ണാണ് കേട്ടോ. അമ്മല്ലത്തിൽ നാവ് കൊണ്ട് പിടിച്ചു കെട്ടി എന്ന് പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ, അവള് ഭർത്താവിനെ പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പെണ്ണാണ് കേട്ടോ. ഭർത്താവൊന്ന് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവളെ ഫാഷന് പറ്റുന്നില്ല, പരിഷ്കാരത്തിന് പറ്റുന്നില്ല, അവൾക്ക് ആ പരിഷ്കാരത്തിൽ പോകണമെന്നാണ്. അപ്പെണ്ണാണ് കേട്ടോ. മുല കൊണ്ട് പിടിച്ചു കെട്ടിയ പെണ്ണുണ്ടല്ലോ, അവള് ഭർത്താവിന്റെ വിരുപ്പില് അന്യപുരുഷനെ കയറ്റിയ പെണ്ണാണ് കേട്ടോ. കാല് പിടിച്ചു കെട്ടിയല്ലോ മുലയിലേക്ക്, എന്നിട്ട് കൈകൾ മൂർധാവിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് നാല് ഭാഗത്തും പാമ്പുകളും തേളുമുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ പാമ്പും തേളും കുത്തുന്ന പെണ്ണ് ലാത്തകത്തിസുലുമിനൽ ജനാബ, ജനാബത്തുണ്ടായാൽ കൃത്യമായി കുളിച്ച് നിസ്കരിക്കൂല. രാത്രിയിൽ ജനാബത്തുണ്ടായാൽ അല്ലെങ്കിൽ ഹൈദ് രക്തം നിന്നാൽ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിക്കൂല. നിസ്കരിക്കാതെ കുളിക്കാതെ കിടന്നുറങ്ങുന്നവളും പണിയെടുക്കുന്നവളുമാണ് അവള്. സുബ്ഹാനല്ലാഹ്. വാളും കഴിഞ്ഞു പോയിട്ട് ഇശാഇ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ, വാളും കഴിഞ്ഞു പോയിട്ട് സുബഹികളാക്കുന്ന സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ ഈമാനില്ലേ ഉമ്മമാരെ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിസ്കാരമൊഴിക്കുന്ന പെണ്ണ്, നിസ്കാരത്തിന് വേണ്ടി കുളിച്ചൊരുങ്ങാത്ത പെണ്ണ്, ജനാബത്ത് കുളിക്കാത്ത പെണ്ണ്, അവൾക്കാണ് ആ പാമ്പും തേളുമൊക്കെ. ജനാബത്തും ഹൈലും ഉണ്ടാകുമ്പോ കൃത്യമായി കുളിച്ച് നിസ്കരിക്കാത്ത പെണ്ണ്, അവൾക്ക് നിസ്കാരം ഒരു കളിയാണ്, നിസ്കാരം ഒരു തമാശയാണ്, നിസ്കരിക്കണമെന്ന നിർബന്ധമില്ല. പന്നിയുടെ തലയായി പോയൊരു പെണ്ണ്, അവളെ ഉടല് കഴുതയുടെ ഉടലാണ്. അത് കാനത്ത് നമ്മാമത്തൻ കല്ലാബ, ഏശനി പറയുന്ന പെണ്ണാണ്. അവിടെയും ഇവിടെയും പോയി ഓരോ ഏശനി പറഞ്ഞ് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണ്, എല്ലാവരെ പറ്റിയും എന്തും പറഞ്ഞു നടക്കുന്ന പെണ്ണ്. അതാ അനുജന്റെ ഭാര്യയെ കുറിച്ച് തോന്നിവാസം കത്തിൽ എഴുതി അറിയിച്ചു. ചേട്ടന്റെ ഭാര്യയെ കുറിച്ച് അനിയന്റെ ഭാര്യ തോന്നിവാസം അറിയിച്ചു. അത് ആങ്ങളന്റെ ഭാര്യയെ കുറിച്ച് പെങ്ങന്മാരതാ ഏശനി പറഞ്ഞു. അങ്ങനെ നന്നായി ജീവിക്കുന്ന ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും പരസ്പരം അകറ്റിക്കളയുന്ന പെങ്ങന്മാരില്ലേ, പരസ്പരം സന്തോഷത്തിന് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ അകറ്റാൻ വേണ്ടി പച്ചക്കള്ളം കത്തിലെഴുതുന്ന ഉമ്മമാരില്ലേ, അതുപോലെ കുടുംബക്കാരികളില്ലേ, പച്ചക്കള്ളം പറഞ്ഞുണ്ടാകുന്ന അയൽവാസികളില്ലേ. ഓ സഹോദരന്മാരെ സഹോദരിമാരെ, പരസ്പരം സംശയിക്കരുത് കേട്ടോ. ഭാര്യനെ സംശയിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിനെ സംശയിക്കുന്ന ചില ഭാര്യമാരുണ്ട്. പാടില്ല. നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത് നീ ഭർത്താവിനെ സംശയിക്കരുത്. നിന്റെ ഭാര്യയെ സംബന്ധിച്ച് നീ കണ്ണുകൊണ്ട് കാണാത്തത് ആരോ പറയുന്നത് കേട്ട് സംശയിക്കരുത്. ചില ആളുകൾക്ക് ഭയങ്കര സംശയമാ, സംശയരോഗം വല്ലാത്തൊരു അപകടമാ. അങ്ങനെ സംശയിക്കുന്നവരാകരുത്. ഭാര്യയെ വിശ്വസിക്കണം ഭർത്താക്കന്മാർ, ഭർത്താവിനെ വിശ്വസിക്കണം ഭാര്യമാർ. പരസ്പരം സംശയിച്ച് ജീവിക്കരുത്. ഏതായാലും ഏഷണി പറഞ്ഞ് പരസ്പരം കുഴപ്പമുണ്ടാക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ എന്തുമങ്ങ് പറയും, ആരെക്കുറിച്ചും പറയും. അത്തരം സ്ത്രീകളാണ് പന്നിയുടെ തലയാണ് നരകത്തില്, കഴുതയുടെ ഉടലാണ് നരകത്തില്. ഹസ്സാദ, അതേ അതുപോലുള്ള സ്ത്രീകളാണ്. സൂറത്തി കൽബിൽ നായയുടെ കോലത്തില് തൊള്ളയിലൂടെ തീങ്ങനെ കിടക്കുന്നു, അതേ മലദ്വാരത്തിലൂടെ തീങ്ങനെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ. മന്നാനത്തൻ ഹസാദ, അവൾ കൊടുത്തത് എടുത്തു പറയുന്ന പെണ്ണാണ്. ഒരു പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ വീട്ടിലെ കഞ്ഞിന്റെ വെള്ളം കുടിച്ച് വളർന്നതല്ലേ അവൻ അത്രയായി പോയോ, ഞാൻ കൊടുത്തിട്ടല്ലേ അവന്റെ മകളെ ഞാനല്ലേ പൊന്നു കൊടുത്ത്
നിക്കാഹ് ചെയ്തത്, അവന്റെ മകൻ ഇത്രയായി പോയോ, അവന്റെ ബാപ്പനെ ഞാനല്ലേ കെട്ടിച്ചത്, അവൻ ഇത്രയായി പോയോ എന്ന് പറയുന്ന ഹുങ്ക് പറയുന്ന, അതേ എടുത്തത് കൊടുത്തു പറയുന്ന ചില ആളുകളില്ലേ വഷളന്മാര്, അത്തരത്തിൽ എടുത്തു പറയുന്ന പെണ്ണാണ് ഹസ്സാദ, അസൂയക്കാരായ പെണ്ണാണ്. അപ്പുറത്തെ വീട്ടുകാർ നല്ല വീടെടുക്കുമ്പോ അത കണ്ണ് കടിക്കുന്ന സ്ത്രീകളില്ലേ, മറ്റവളുടെ ഭർത്താവ് ഉഷാറാവുമ്പോ കണ്ണ് കടിക്കുന്നവരില്ലേ, അസൂയക്കാരായ സ്ത്രീകളാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോളെ, അൽവൈലു ലിംറത്തിൻ തസീ സൗജഹാ, ഭർത്താവിനെ ധിക്കരിക്കുന്ന സ്ത്രീക്ക് നാശമാണ് മോളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പെഷ്യലായി പറയുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ അവസാനം അനുഭവിക്കേണ്ടത് നരകമാണെന്നും പടച്ച റബ്ബിന്റെ ശിക്ഷയാണെന്നും അങ്ങേയറ്റത്തെ ബോധം വേണം. ആ ബോധമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകരുത്. മാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് നാളെയും മറ്റന്നാളും ഒക്കെ കടന്നു വരുന്നുണ്ട്. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. ഒരു ചെറിയ ചരിത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്കൊരു 5 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹ് നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പറഞ്ഞിരുന്നു, നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ മക്കയിലെ ഒരു വലിയ പണ്ഡിതൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പങ്കെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം കോഴിക്കോട് ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ അസുഖം ഉണ്ട്. അല്ലാഹു തആല അത് സുഖപ്പെടുത്തട്ടെ. ഇവിടെ വന്ന് നമുക്ക് ദുആ ചെയ്തു തരാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഏതായിരുന്നാലും നാളെ അറബി പണ്ഡിതന്മാർ നമ്മുടെ സദസ്സിൽ ഏതായിരുന്നാലും ഉണ്ടാകും. അദ്ദേഹം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അഥവാ അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു തആല സുഖപ്പെടുത്തട്ടെ. വന്നിട്ട് കുറെ ദിവസമായി. ഇന്ന് കാലിന് ചെറിയ രോഗമുണ്ട്, ദുആ ചെയ്യണം എന്ന് അദ്ദേഹത്തെ ബന്ധപ്പെടുത്തി തന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായിരുന്നാലും നാളെ അറബി പണ്ഡിതന്മാർ നമ്മുടെ സദസ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും മഗ്രിബിന് തന്നെ എത്തിച്ചേരണം. സ്ത്രീകൾ മഗ്രിബ് നിസ്കരിച്ച ഉടനെ പുറപ്പെട്ടാൽ മതി. പുരുഷന്മാര് മഗ്രിബിന് തന്നെ എത്തിച്ചേരണം. സ്ത്രീകൾ മഗ്രിബ് നിസ്കരിച്ച ഉടനെ വീട്ടിൽ നിറങ്ങിയാൽ മതി. നിസ്കാരം കളാക്കാൻ പാടില്ലല്ലോ. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യവും ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് ഈ പള്ളി തന്നതുകൊണ്ട് പുരുഷന്മാർ എത്ര വന്നാൽ നമുക്ക് ഇവിടെ നിസ്കരിക്കാൻ അല്ലാഹു അവസരം സൗകര്യം തന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മുടെ പള്ളികളൊക്കെ ബറക്കത്തുള്ള പള്ളികളാക്കി തീരുമാറാകണം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, സംഭാവനകൾ കൊടുത്തയച്ച സ്ത്രീകളുണ്ട്. ഒരു വള കൊടുത്തയച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സ്ത്രീകളുണ്ട്. സ്ത്രീകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ദുആ ചെയ്യാൻ നമുക്ക് സദസ്സിൽ വെച്ച് ദുആ ചെയ്യാം. അവസാനത്തെ ദിവസം വലിയ മഹാന്മാർ ദുആയിൽ പങ്കെടുക്കും. പാവപ്പെട്ട ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാള്. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. നമുക്ക് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാം. മറ്റ് മജ്ലിസുകളിലും ദുആ ചെയ്യാം. ഭാര്യയുടെ അസുഖം മാറാൻ വേണ്ടി സിറാജുൽ ഹുദയിലേക്ക്